എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പണം കണ്ട് ഒരുത്തിനോട് ഒളിച്ചോടിയപ്പോഴത്തേക്ക് ആണ് ഞാൻ പണം കണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നിക്കാരം കഴിഞ്ഞ് നിങ്ങൾ നോക്കിയോ ഫേസ്ബുക്കിൽ എന്റെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇട്ട് ഇടാൻ പോവാ. അയ്യോ നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടിയ ചാവും കേട്ടോ. അതാ പറഞ്ഞ ചാവ് നിങ്ങൾ പോയി. അതാണ് ഏറ്റവും ഞാൻ നല്ലത്. ഏറ്റവും നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുങ്ങളെ ഇട്ടിട്ട് ഒളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി സജിന? ആണ്. ഞാൻ ഇടപെട്ടെ, എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന് എന്നെ എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് കളിക്കാൻ വേണ്ടി നിൽക്കുമോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? ഏത് ലെവലിൽ ഞാൻ പോവാൻ എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് കയ്യില്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സജിന നൂർ, ഫിറോസ് ഖാൻ, റസൂൽ പൂക്കുട്ടി, ഈ ഒരു യൂണിവേഴ്സ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറേയധികം കോൺട്രവേഴ്സികൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മറ്റൊന്നുമല്ല, ഈ ഫിറോസ് ഖാന്റെ മുൻ ഭാര്യയുള്ള സജിനയും ഈ പറയുന്ന റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഓസ്കാർ ജേതാവും തമ്മിൽ ഇല്ലീഗലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നും തന്റെ കുടുംബം റസൂൽ പൂക്കുട്ടി നശിപ്പിച്ചു എന്നും ആരംഭിച്ചുകൊണ്ടായിരുന്നു ഫിറോസ് ഖാൻ ആദ്യം തന്നെ രംഗത്ത് വന്നത്. അതിന് തൊട്ട് പിന്നാലെ സജിന പ്രഗ്നന്റ് ആണ് എന്ന തരത്തിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ റസൂൽ പൂക്കുട്ടിയെ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് പിൻവലിച്ചു. അങ്ങനെ കുറേയധികം വിവാദങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരാഴ്ചയ്ക്ക് മുന്നേ ആയിരുന്നു സജിന 9 വീക്ക് പ്രഗ്നന്റ് ആണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നത്. അതിനുശേഷം സജിന നൂർ വന്നൊരു ക്ലാരിഫിക്കേഷൻ ഇതിനകത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആരോ ഹാക്ക് ചെയ്തു. അങ്ങനെ ഹാക്ക് ചെയ്തവരാണ് ഈ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തതെന്നായിരുന്നു പറഞ്ഞത്. അന്നേരം നമ്മളെല്ലാം കുറേയധികം ആൾക്കാരെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേയധികം സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തു. കാരണം സജിനയും ഈ പറയുന്ന റസൂൽ പൂക്കുട്ടിയും പേഴ്സണലായിട്ട് ഉള്ള ചിത്രങ്ങൾ അത് ആദ്യം തന്നെ സജിന നൽകാതെ ആർക്കും തന്നെ ലഭിക്കില്ല. അതൊക്കെ എങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അതിനൊന്നും വ്യക്തമായിട്ടുള്ള ആൻസർ ഇതുവരെ സജിന നൽകിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് സജിന നൂർ എന്ന് പറയുന്ന വ്യക്തി ഫിറോസ് ഖാനെതിരെ കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീഷിന് ഒരു കംപ്ലൈന്റ് നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം മറ്റൊന്നുമല്ല, അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ മുഖ്യമന്ത്രി VD സതീഷിന് സമീപം ഇവർ ഇരിക്കുന്ന ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. കൂടാതെ ഇവർ നൽകിയ പരാതിയോ മറ്റോ ആയിരിക്കണം മുഖ്യമന്ത്രി VD സതീശൻ പരിശോധിക്കുന്നതായിട്ടുള്ള ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കാം ഈ പറയുന്ന ഫിറോസ് ഖാൻ ഈ ഒരു വീഡിയോസ് ചെയിൻ ഓഫ് സീരീസ് ആയിട്ട് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ സജിന നൂർ പ്രഗ്നന്റ് ആണെന്ന് തെളിയിക്കുന്ന കുറേയധികം ഓഡിയോ ക്ലിപ്പുകൾ അത് ഈ പറയുന്ന സജിനയുടെ ഉമ്മയുടെ റസൂൽ പൂക്കുട്ടിയുടെ വായിൽ നിന്ന് വരുന്നത് തന്നെയായിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഇദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിലേക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് റസൂൽ പൂക്കുട്ടിയുടെ കുടുംബ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെ കണ്ട് ഫിറോസ് ഖാൻ സജിനയും ഫിറോസും തമ്മിലുള്ള റസൂൽ പൂക്കുട്ടിയും തമ്മിലുള്ള അവിഹിതം അതിനെക്കുറിച്ച് പറയുന്ന വീഡിയോ ക്ലിപ്പുകളാണ്. ഇത് നോമ്പിന്റെ സമയത്താണ് ഫിറോസ് അഞ്ചലിലുള്ള റസൂൽ പൂക്കുട്ടിയുടെ കുടുംബ വീട്ടിൽ ചെന്നത്. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടുപോകാം. അഞ്ചലുള്ള വീട്ടിൽ ഞാൻ പോകുന്നു. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് അഞ്ചലുള്ള വീട്ടിൽ പോയി. ഇപ്പം ഇവിടത്തേക്കായിട്ട് വന്നതാണോ അതോ വേറെ വന്നിട്ട് കയറിയത്? അല്ല, ഇവിടത്തേക്കായിട്ട് വന്നൊരു പേഴ്സണൽ മാറ്റർ പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണക്കാരൻ റസൂൽ പൂക്കുട്ടിയാണ്. അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ച് അപ്പോൾ എനിക്ക് അത് പ്രശ്നം ഉണ്ടാക്കുന്നത് കാരണം പുള്ളി ലൈഫ് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ആളാണ്. നമുക്ക് ഇതിനകത്ത് പരിചയം എനിക്ക് താല്പര്യം. പക്ഷെ നമ്മളെ നോവിക്കാനകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നോവിക്കാൻ വേണ്ടി പുള്ളി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ കുടുംബം തകർന്നു. പക്ഷെ അത് നിങ്ങൾ വിളിച്ചിട്ട് ഇനിയും ഉണ്ടാകും. വേറെ ഒന്നും ഞാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങളിപ്പോൾ ഡൈവോഴ്സ് ആയിട്ടില്ല. ഇന്നിപ്പോഴും എൻ്റെ ഭാര്യയാണോ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് ഒറ്റ കാര്യം ചെയ്താൽ ഇനി സജിനയെ പ്രൊട്ടക്ട് ചെയ്യാനോ സജിനയെ കാണാനോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പാടില്ല. ഇത് കാരണം ഞാൻ ഇനി തുടർന്നു കഴിഞ്ഞാൽ കാരണം നിങ്ങൾക്ക് പറയേണ്ടത് തോന്നുന്നു ഇനിയും പുള്ളിയെ തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ രീതിയിൽ പോകേണ്ടി വരും. കാരണം എൻ്റെ കുടുംബം ഞാനിവിടെ വരും. ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ നോമ്പ് ഇതാക്കിയിട്ട് ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല റസൂലിൻ്റെ കുടുംബമാണ് ഫസ്റ്റ്. മക്കളെയും തള്ളയും വിട്ടിട്ട് ഒരു ഏർപ്പാടും റസൂൽ നിൽക്കുന്നില്ല. പിന്നെ എൻ്റെ അനിയൻ്റെ ഭാഗത്തു നിന്ന് ഒരു റോങ് ഉണ്ടാകുന്നില്ല. ഓക്കെ, മനസ്സിലായി? 100% പറയാം. എൻ്റെ മോനെ കുറിച്ച് പോലും എനിക്ക് പറയാനുള്ളത്.
പക്ഷേ ഈ അനിയന് തന്നെ ഒരു കൺഫെക്ഷൻ ഉണ്ട്. അതായത് മറ്റൊന്നുമല്ല, സജിന പ്രഗ്നന്റ് ആയത് തനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കാണ്, താൻ പ്രിക്കോഷൻസ് എടുത്തില്ല എന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പ് സഹിതമാണ് ഈ പറയുന്ന ഫിറോസ് ഖാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെ കയ്യിൽ നിന്ന് പോയി. ഫിറോസ് ഖാന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളുടെ എവിഡൻസ് ഉണ്ട്. ഈ സജിന ഇടയ്ക്ക് വന്ന് ഫിറോസിനെതിരെ ഇട്ട് കൊടുത്തിരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളല്ല, വ്യക്തമായിട്ടുള്ള എവിഡൻസ് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി സംസാരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകാനുള്ള നടപടികൾ ഇരുവരും സ്വീകരിച്ചിരിക്കുന്നത്. റസൂൽ പൂക്കുട്ടി തന്നെ പറയുന്നുണ്ട് വ്യക്തമായിട്ട്, ഫിറോസിനെ പൂട്ടണം, അവനെ നിയമപരമായിട്ട് തന്നെ പൂട്ടണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്കറിയാം ഇവരുടെ കുറെ അധികം ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റുന്ന രേഖകൾ ഈ പറയുന്ന ഫിറോസിന്റെ കൈവശമുണ്ട്. അതുകൂടാതെ ഈ പറയുന്ന റസൂൽ പൂക്കുട്ടി ഒരു BMW കാറ് സജിനയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു BMW കാറ് വാങ്ങിയ ആൾക്ക് ഇനി 1 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കാനുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു വ്യക്തി വന്നിട്ട് പലപ്പോഴായിട്ട് പണം ചോദിച്ചിട്ട് ഇവർ കൊടുക്കാതെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാർ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ എടുത്തുകൊണ്ട് പോയ ആൾക്കെതിരെ ഇവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. ഏകദേശം 6 പവന്റെ സ്വർണ്ണം അടങ്ങുന്ന വണ്ടിക്കകത്തുണ്ടായിരുന്ന 6 പവൻ അതുൾപ്പെടെയാണ് എടുത്തുകൊണ്ട് പോയത് എന്ന് പറഞ്ഞിട്ട് പരാതി നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ആ 2 ചെറുപ്പക്കാരും 14 ദിവസം റിമാൻഡിൽ കടന്നു. അതിലൊരാൾ ഗൾഫ് റിട്ടേൺ ആയിരുന്നു, അദ്ദേഹത്തിന് തിരിച്ചു പോകണ്ടായിരുന്നു. ഇപ്പൊ പോകാൻ പറ്റില്ല, ഈ കേസ് നടക്കുന്ന കാരണം. അങ്ങനെ 2 ചെറുപ്പക്കാരുടെ ജീവിതം കൂടി ഇവരുടെ അവിഹിത ബന്ധം മൂലം തകർന്നു. അതാണ് ഇപ്പൊ വാസ്തവം. എന്തായാലും നമുക്ക് ബാക്കിയും ഒന്ന് കണ്ടുപോകാം. എന്റെ മോനെ കുറിച്ച് ഞാൻ എന്റെ അനിയനെ കുറിച്ച് പറയാൻ പറ്റും. ഓക്കെ, അല്ല ഞാനൊരു കാര്യം നല്ല വിശ്വാസം, അത് സഹോദരങ്ങൾ അങ്ങോട്ടൊരു വിശ്വാസം തന്നെയാണ്. പക്ഷേ ഇത് ഞാൻ ഇത്ര അറിഞ്ഞ കാര്യമാണ്. ഞാൻ കൊല്ലത്തിന് ഇവിടം വരെ വന്നിട്ട് ചർച്ച ചെയ്യണം. സജിനൊക്കെ ചെറിയ റോൾ ഉണ്ടായിരുന്നു. അത് അത് അവര് അടുപ്പം വെച്ചോ സ്നേഹം വെച്ചോ ചിലപ്പോൾ സ്റ്റുഡിയോ ചെന്ന് കാണുമായിരിക്കും. ഇത് അദ്ദേഹം പറയുന്നില്ല. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സത്യരാജ് സാറിനെ കാണാൻ റസൂൽ സാറിന്റെ എഡിറ്റിംഗ് അടക്കുമ്പോഴാണ് ഞാൻ പോയത്. ഞാൻ അവിടെ കണ്ടോന്ന് തന്നെ ഞാനിപ്പോൾ ഇത്രയും സ്ട്രോങ് എവിഡൻസ് ഉണ്ടായതിൽ ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്നതെന്ന് ആലോചിച്ചു. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്കൊരു ഫാൾസ് ഇൻഫർമേഷൻ ആയിരിക്കും. ഞാൻ ഇത് ക്ലിയർ ആക്കി എവിഡൻസ് ഉണ്ടായതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഞാൻ പറയുന്നത്, ഇനി അത് തുടരും. എനിക്ക് വേറൊന്നുമില്ല, എനിക്ക് വന്ന കാര്യം പോട്ടെ. കാരണം ഞാൻ ഇപ്പോഴും തകർന്നിരിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഞാൻ മാന്യമായിട്ടാണ്, കാരണം നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്തുമാത്രം എൻ്റെ വിഷമം എന്നുള്ളത് മനസ്സിലാക്കും. എന്തുമാത്രം മാനസികം, ഇത് നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നാലേ മനസ്സിലാക്കും. നിങ്ങളുടെ മകനോ നിങ്ങൾക്ക് ഈ അവസ്ഥ വരും. കാരണം ഇപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾ പുള്ളിയെ വിളിച്ചു ഇനി ഇത് മുന്നോട്ട് സജിനയുമായിട്ടുള്ള ബന്ധം പോലെ വീഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ സാധനങ്ങൾ, അതായത് ഓഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ ഫുള്ള്. കാരണം നമ്മൾ അത്ര വലിയ ആളല്ല, രണ്ടുപേരുടെ അത്ര വലിയ ആളല്ല, മനസ്സിലായി. ഇനി അങ്ങോട്ട് തുടർന്ന് വേറെ ഒരു ഡിമാൻഡ് തുടർന്നൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. കാരണം നിങ്ങളെല്ലാം, നമ്മളൊരിക്കലും ഒരു കുടുംബം തകർക്കാനോ മൈനസാക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ തകർച്ച കൊണ്ടാണ് ഞാൻ ഇവിടെ വരാനുള്ള അവസ്ഥ ഉണ്ട്. നാളെ നിങ്ങൾക്ക് വരുമ്പോൾ മനസ്സിലാവും. അത്രയും നെഞ്ചിൽ ഞാൻ തകർന്നിരിക്കുകയാണ്. അത് ഇദ്ദേഹമാണ് കാരണം എന്നുള്ളത് എൻ്റെ അല്ലാഹുവാണ് സത്യം. നോമ്പിൻ്റെ സമയം ഞാൻ പറയുകയാണ്, ഇദ്ദേഹമാണ് എൻ്റെ ജീവിതം. ഞാൻ ഇന്നുവരെ മീഡിയ അത് പറഞ്ഞിട്ടില്ല. ഞാൻ പക്ഷേ നാളെ അത് പറയേണ്ടി വരും. ഇത് ഇതോടെ നിർത്തിച്ചാൽ മതി. ഇനി ആവർത്തിക്കരുതെന്ന് മാത്രം പറയും. നിങ്ങൾ റസൂലിനെ അഡ്രസ്സിന് വേണ്ടി ഒരു കാരണവശാലും സംഭവിക്കുന്നത്. ഞാൻ എനിക്ക് എഴുതി തരാം, മുദ്രപത്രത്തിൽ എഴുതി തരാം. എനിക്ക് എൻ്റെ മോനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല, പക്ഷേ എൻ്റെ അനിയനെ കുറിച്ച് പറയാൻ പറ്റും. നിങ്ങളൊന്നും ഇതിനകത്ത് ഒരു ഇതുമല്ല. പക്ഷേ എൻ്റെ അവസ്ഥ ഇതായതുകൊണ്ടാണ് ഇവിടെ വരേണ്ടി വന്നത്. ഞാൻ പുള്ളിയുടെ കൂടി സംസാരിച്ചു. ഇത് നിങ്ങളുടെ അടുത്ത് കൂടെ വന്നിട്ട്, കാരണം നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സഹോദരങ്ങളാണ്. റസൂലുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ വേറെ വന്നിട്ടുണ്ട്. പാലക്കാടുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഇയാൾക്കൊരു അഫെയർ ഉണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഫിറോസ് ആരോപിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഫിറോസ് ഇന്നലെ പുറത്തു വിട്ട കുറച്ചധികം ഓഡിയോ ക്ലിപ്പുകൾ നമുക്കത് കണ്ടു നോക്കാം. റസൂൽ പൂക്കുട്ടിയും സജിന ഡുമ്മായും സജിനയുമായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ആണ്. ബൈബിൾ പ്രകാരം അത് ദൈവമാണ്, അത് ദൈവം ചെയ്തോളും, ഞാൻ ഇനി ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ദിയയും കൂടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് ദിയ ഇത്ര ചൂടായിരിക്കുന്നത് മനസ്സിലാകും. അന്നമ്മയുടെ സംഭവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ ദിയയുടെ കാര്യം അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് തിരിഞ്ഞതാണ്. അപ്പൊ ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ടാണ് അവൻ ഇങ്ങനെ സ്റ്റാൻഡ് എടുത്തത്. അത് ഞാൻ പറഞ്ഞു, ഈ 2ാമത് പ്രഗ്നൻസി ഉള്ള കാര്യം അത് സത്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു. കഴിഞ്ഞ റിപ്പോർട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല, അത് സത്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോഴാണ് ഇവരും താന്ന്. കാരണം ഇവരുടെ ആയുധം അതായിരുന്നല്ലോ, മെയിൻ ആയുധം. ഈ കാര്യം ഞാൻ സംസാരം മതി എന്റെ അബദ്ധത്തിൽ ഞാനൊന്ന് പറഞ്ഞു പോയത്. എനിക്കത് ചൂടാകുന്നു. അവളോട് പറയാം, ചൂടാകാതെ ഒന്ന് ഞാൻ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കാൻ പറയും.
അല്ല ഞാൻ ഒരു കാര്യം പ്രസൂട്ടി, നമ്മൾ മക്കളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തിനെ നമ്മൾ മറ്റുള്ളവരോട് നമ്മളിപ്പോ മീഡിയയിൽ പറയല്ലോ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഞാൻ ഷാജിയോട് കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടി വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അല്ല ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ സത്യം നേരിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം എന്താണ് നിങ്ങൾ ഇതിപ്പം നേരെ പോകാൻ പറ്റുന്ന സ്ഥിതിയിലാണോ റസൂൽക്കുട്ടി പോകുന്നത്? എന്താ വെച്ചാൽ എനിക്ക് നേരത്തെ അറിഞ്ഞാൽ അതിനുള്ള വഴി ഒപ്പിക്കാനും എന്തെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇപ്പം ഇവള് പറഞ്ഞാൽ ഒന്ന് തണുത്ത് വരുമ്പം റസൂൽക്കുട്ടിയുടെ വായിന്ന് ഞാൻ അയാളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, അന്നമ്മയെ വിളിച്ച് ഇത് പറഞ്ഞ്, ഇതൊക്കെ വലിയൊരു വിഷയത്തിൽ പിന്നെ സജിന താഴെ നിൽക്കുന്നതാണോ വിചാരിക്കുന്നത്? ഞാൻ 100% വാക്കുകളാണ്. ഞാൻ അന്നമ്മയോ ഇവളുടെ കൂട്ടുകാരികളോ അച്ചായനോ ഇവൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനുമായിട്ട് സംസാരിക്കുന്നില്ല. ഞാൻ ഇന്നലെ മുതൽ സംഭവം. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ തുടക്കത്തിൽ കേട്ട് കാണും, ഈ സജിന രണ്ടാമത് പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം തനിക്ക് ഉണ്ട് എന്ന തരത്തിൽ സജിനയുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ചധികം ആളുകളോട് ഈ റസൂൽ പൂക്കുട്ടി തന്നെ പറഞ്ഞതായിട്ട് ഇയാൾ സമ്മതിക്കുന്നുണ്ട്. അന്നേരം പുള്ളി തന്നെ സമ്മതിക്കുന്നുണ്ട് ഇവർ തമ്മിലുള്ള ഇല്ലീഗൽ റിലേഷൻ. അപ്പൊ എന്തായാലും ഈ സഹോദരങ്ങൾക്ക് ഈ അനുജനെ കുറിച്ചുള്ള ഉറപ്പ് അത് വെറും കുറിപ്പിന്റെ ഉറപ്പായി പോയല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ബാക്കി കൂടി ഒന്ന് കാണാം. ഓക്കെ, അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൾക്ക് ഏറ്റവും ഉതകുന്ന തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഒറ്റയ്ക്കാണ്. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. എത്രയും പെട്ടെന്ന് ഒരു ലീഗലി ഫിറോസിനെതിരെ കേസ് ഫയൽ ചെയ്യാമെന്ന് സജിനയുടെ ഉമ്മയോട് റസൂൽ പൂക്കുട്ടി പറയുന്നതാണ്. കേട്ടല്ലേ? ഈ വീഡിയോകൾ ഇങ്ങനെ ഇട്ടിട്ട് ഇവരുടെ അഭിമാനം നശിപ്പിക്കാതെ അതിലേത് നിർത്തുക. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതിനെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല. അതെല്ലാം ഞാൻ വലിയ പൈസ. അപ്പൊ ഞാൻ റസൂൽ പൂക്കുട്ടിയോട് ഒരു കാര്യം തിരിച്ചു വെച്ചോട്ടെ. സജിന ഡിവോഴ്സ് ഫിറോസ് ഖാന്റെ നിന്ന് വാങ്ങുന്നു, ശരി, ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ ആദ്യ ഭാര്യനെ ഡിവോഴ്സ് ചെയ്യുമോ? അതാ ഒന്നാമത്തെ ചോദ്യം. അതായത് ക്യാൻസർ പേഷ്യന്റ് ആണ് എന്നാണ് എൻ്റെ അറിവ്. ഇപ്പൊ ഫിറോസ് ഖാൻ ഇതിനകത്ത് പറയുന്നുണ്ട് ക്യാൻസർ പേഷ്യന്റ് ആണ് നിങ്ങളുടെ ആദ്യ ഭാര്യ എന്ന്. ആ സ്ത്രീ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുമോ? നിങ്ങളുടെ ആദ്യത്തെ 2 മക്കളെ നിങ്ങൾ എന്ത് ചെയ്യും? ഈ 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകുക. സജിന ഇപ്പൊ ഡിവോഴ്സ് മേടിച്ചു, ഓക്കെ, അവർക്ക് 2 പേർക്കും ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ആണ്. സജിനയ്ക്ക് ആ വ്യക്തിയുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. അവർ ഡിവോഴ്സിന് വില്ലിംഗ് ആണ്, അവർക്ക് ഡിവോഴ്സ് വേണം. ഫിറോസ് ഖാനാണ് കൊടുക്കാത്തത്. അത് മേടിച്ചു കൊടുക്കാണ്ട് നിങ്ങളും തയ്യാറാണ് ഫിറോസ് ഖാനെതിരെ കേസ് കൊടുത്ത് ഈ ഒരു വിഷയത്തിൽ ഡിവോഴ്സ് മേടിച്ചു കൊടുക്കാൻ നിങ്ങളും കൂടെ നിൽക്കാന്ന് പറഞ്ഞു. അങ്ങനെ സജിന ഡിവോഴ്സ് വാങ്ങി വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇവരെ സ്വീകരിക്കുമോ? കാരണം പറ്റത്തില്ല, നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയാവില്ലേ സജിന, അതുകൊണ്ടാണ് ചോദിച്ചത്. ഭയങ്കര പൈസ ചിലവുള്ള കാര്യമാണ്. അതായത് ഇയാളെ പൈസ എത്ര വേണമെങ്കിലും ചിലവാക്കാന്നുള്ളതാണ് പറയുന്നത്, എന്നെ കൂട്ടാൻ വേണ്ടി. അറിയാം, അതൊക്കെ മനസ്സിലായി, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വീണ്ടും ആയി എന്നുള്ള തെളിവ് എനിക്ക് മനസ്സിലായി. ഒന്ന് കേട്ടോ, വീണ്ടും ആയി, അതായത് വീണ്ടും സജിന പ്രഗ്നന്റ് ആയി എന്ന് സജിനയുടെ ഉമ്മയ്ക്ക് മനസ്സിലായി. സാധാരണ ഇതിൽ എല്ലാ അമ്മമാർക്കും സ്വന്തം മക്കൾക്ക്, അത് പെൺമക്കൾ ഗർഭിണിയാണോ എന്നുള്ള കാര്യം ഒന്ന് പ്രസവിച്ച ഏതൊരാൾക്കും മനസ്സിലാവും. അല്ലെങ്കിൽ ഏതൊരു പെൺകുട്ടിനെ കണ്ടാലും ഒന്ന് പ്രസവിച്ച ഒരു സ്ത്രീക്ക് മനസ്സിലാവും ആ പെൺകുട്ടി ഗർഭിണിയാണോ ഇല്ല എന്നുള്ള കാര്യം. അത് തന്നെ സജിനയുടെ അമ്മയ്ക്കും മനസ്സിലായി. സജിനയുടെ ഉമ്മ ഈ പറയുന്ന സജിനേനെ വഴക്ക് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ തന്നെ ഏകദേശം കാര്യങ്ങളെല്ലാം കൺഫേം ആയി. അക്കൗണ്ട് ഹാക്കായി എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. ഈ സംഭവം സജിനയ്ക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ചു, റസൂൽ പൂക്കുട്ടി തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ചതിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളൊരു ഡൗട്ട് തോന്നിയതിന്റെ പശ്ചാത്തലത്തിലാണ് അവരന്ന് ആ ഒരു പോസ്റ്റ് ഇട്ടത്. ഇതിന്റെ ലാസ്റ്റ് അതും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി കണ്ടുപോകാം. പോയി കഴിഞ്ഞ സജിന, നീ ഇത് ഉണ്ടോന്ന് ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. ഇപ്പൊ നീ ഇത് തെളിവ് എന്നെ കാണിച്ചപ്പോൾ ഇത് വീണ്ടും നിങ്ങൾ ഇതില്ലാതായപ്പം വീണ്ടും പോയി നിങ്ങൾ ഒന്നായോ? നിങ്ങൾ ഒറ്റയ്ക്കാണോ സംസാരിക്കുന്നത്? ഉമ്മി സജിനാട് ഉമ്മയുടെ അതേ പ്രായം തന്നെയാണ് ഈ കള്ളക്കളവനും. ആണാണ് പറ. ഉമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ഇത് ശരിയായ രീതിയിലാണോ? എങ്ങനെ? ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഉൾപ്പെട്ടല്ലേ? അപ്പൊ രണ്ടുപേരുടെയും കയ്യിലും തെറ്റുണ്ട്. ഇത് ശരിയായെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ തെറ്റ്. ഒരാൾ മാത്രം വിചാരിച്ച വീണ്ടും
ആ ഉമ്മ ചോദിച്ച ചോദ്യം ന്യായമാണ്. ഉമ്മയോട് അങ്ങോട്ട് ചോദിച്ചു ഇത് ശരിയാണോ എന്ന്. ശരിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്താലേ ഈ ഒരു സംഭവം ആവത്തുള്ളൂ. ഗർഭം എന്ന് പറയുന്നത് ഒരു കൈ മാത്രം കൂട്ടി അടിച്ചാൽ സൗണ്ട് ആവത്തില്ല, മറ്റേ കൈയും കൂടി അടിച്ചാലേ ഉള്ളൂ. രണ്ട് കൈ ഒന്നിച്ചടിക്കുമ്പോഴാണ് ശബ്ദം വരുന്നത്. അത് കണക്കിന് രണ്ടുപേരും കൂടി ഒന്നിച്ച് വന്നാലേ ഒരു ഗർഭം എന്ന് പറയുന്ന കാര്യം ഉണ്ടാകത്തുള്ളൂ. അത് അണ്ണൻ ഇത്ര നാളോട് അറിയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. അതാളെ മാത്രം തെറ്റ് പറയുന്നില്ല. പക്ഷെ മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ മൂന്നാമത്തെ സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. ഞാനത് പ്രിക്കോഷൻസ് എടുത്തതന്നെ. പ്രിക്കോഷൻ എടുത്തതിന് എന്താണ്? എന്നോട് പറയാതെ എന്നെ നിർബന്ധപൂർവം ഞാൻ പറയാം, എന്നോട് പറയാതെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുപോയിട്ടല്ലേ ഉണ്ടായത്. ഇവൾ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യം, ഹണി ട്രാപ്പ് അത് തന്നെയായിരിക്കും മിക്കവാറും പുള്ളിക്കാരൻ ലക്ഷ്യമിട്ടത്. കാരണം പുള്ളിക്കാരോട് ഇത് അബോട്ടായി പോയെന്നുള്ള അടുത്ത സാധനം പോയി എന്നുള്ള കാര്യം ഇവർ പറഞ്ഞിട്ടില്ല. ഇവർ വീണ്ടും ഈ പുള്ളിയായിട്ട് ഫിസിക്കൽ റിലേഷന് ഏർപ്പെടാൻ വേണ്ടിയിട്ട് പുള്ളിയെ നിർബന്ധിച്ചിട്ടുണ്ടെന്നും പുള്ളി പ്രിക്കോഷൻ ഒന്നും എടുക്കാതെ കാര്യം സാധിച്ചു. വീണ്ടും ഇവർ പ്രഗ്നന്റ് ആയി. ഇതൊക്കെയാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഹണി ട്രാപ്പ് റസൂൽ പൂക്കുട്ടിയും പെട്ടു, ഫിറോസ് ഖാൻ ഉള്ള മാനം കപ്പലിൽ കയറി. അവർക്ക് എന്ത് പറഞ്ഞാലും ലാഭമോ. തുടക്കത്തിൽ തന്നെ നമ്മൾ ഓടിക്കുന്നത് കേട്ടാണ്. അവർക്ക് ക്യാഷാണ് മുഖ്യം, അവരുടെ സുഖമാണ് മുഖ്യം. അതിനുവേണ്ടിയിട്ട് അവരെന്തും കാണിക്കും. അത് തന്നെയാണ് ഇപ്പോൾ ഇതിനകത്തുനിന്ന് മനസ്സിലായി വരുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് റസൂൽ പൂക്കുട്ടിയോട് മറച്ചു വെച്ചിട്ട് വീണ്ടും അദ്ദേഹവുമായിട്ട് ഇവർ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടു. അങ്ങനെയല്ലേ ഇവർ വീണ്ടും ഗർഭിണിയായത്. എന്തായാലും എന്റെ പൊന്നോ ചിരിക്കാനുണ്ട് സംഭവം. മാറി നിൽക്കില്ലേ? നമുക്ക് എല്ലാവർക്കും ഒരു ശരിയായ രീതിയിൽ എഴുതാൻ പറ്റിയെന്നല്ല. അതിനൊരു അവസരം ഇവളും പിന്നെ അമ്മനെ ചേർന്ന് ചെറുക്കാൻ കഴിയാറ്. എന്റെ എല്ലാ കാര്യം ഇടയിൽ ചെറുക്കാലം വേണം. എന്നിട്ട് അവൾക്ക് കാലി മാറി. ഇനിയിപ്പോൾ അതെല്ലാം ഞാൻ പറയുന്നത് എന്താ പറയുക, വന്നതും പോയതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാതെ നിങ്ങൾ ഇനിയുള്ള മുന്നോട്ടുള്ളത് ഓരോരുത്തർ തമ്മിൽ ദേഷ്യം വരുന്ന ഒറ്റ അടിക്ക് എന്തോ. ഹലോ അച്ഛൻ്റെ അടുത്ത് എന്ത് പറഞ്ഞെന്നാ പറഞ്ഞത്? ഞാൻ അച്ചായനോട് അച്ചായൻ എന്തുകൊണ്ട് അങ്ങോട്ട് മാറി ഇവരുമായിട്ട് ചേർന്നു. കാര്യം അച്ചായൻ എന്തായാലും നമ്മള് സംസാരിക്കുന്നത് എന്നെ കോൺസ്റ്റന്റ് ആയിട്ട് അച്ചായൻ ഫോളോ. ഇതിനകത്ത് വേറെ കുറച്ച് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അച്ചായനെന്നും പിന്നെ അന്നമ്മയെന്നും പിന്നെ ഷാലു, ദിയ, അങ്ങനെയുള്ള കുറച്ച് പേരെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്നും ആരാന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ തൊട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടാണ്. പക്ഷേ അത് ഫുള്ളായിട്ട് നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട്, അതുകൊണ്ടാണ്. എന്നാൽ ഈ ഒരു സംഭവത്തിൽ അത് ലാസ്റ്റ് ഇവർ ചോദ്യം ചെയ്യുന്നത്, ഞാനായിട്ട് സാധനം പിടിച്ചു വെച്ചതല്ലല്ലോ, നിങ്ങൾ ഉള്ളിലാക്കിയതല്ലേ എന്ന്. അത്തരത്തിലുള്ള കുറേ അധികം സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റസൂൽ പൂക്കുട്ടിയും പെട്ടു, ഫിറോസ് ഖാന്റെ മാനം കപ്പൽ കയറി. എന്തായാലും ഈ സജിനയ്ക്ക് ലാഭമാണ് ഇതുകൊണ്ട്. കാരണം മറ്റൊന്നുമല്ല, അവരുദ്ദേശിച്ചത് അവർക്കൊരു ലക്ഷറി ആയിട്ടുള്ള ലൈഫാണ്. അതെന്തായാലും നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇപ്പൊ ഈ ഓഡിയോ ക്ലിപ്പ് സഹിതം പബ്ലിക്കിൽ കിടക്കുക. അതുകൊണ്ട് തന്നെ റസൂൽ പൂക്കുട്ടിക്ക് ഇതിനകത്ത് തലയുരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിനകത്ത് സജിന പറയുന്നുണ്ട് റസൂലിന്റെ വൈഫിനോട് ഈ കാര്യം പറയണം. അതായത് സജിന റസൂലിൽ നിന്ന് പ്രഗ്നന്റ് ആയ കാര്യം റസൂലിന്റെ ആദ്യ ഭാര്യയോട് പറയണമെന്ന് പറയുന്നുണ്ട്. റസൂൽ എന്ന് എന്താ പറയുന്നത്, എടി എനിക്കൊരു അവിഹിത ബന്ധമുണ്ട്, അതിനകത്ത് ആ പെണ്ണ് പ്രഗ്നന്റ് ആയി, ഞാൻ എന്നാ ചെയ്യേണ്ടതെന്നാണ് എന്ന് ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും നല്ല രസകരമായിട്ടുള്ള കഥകളാണ് ഇതിനകത്ത് പുറത്തു വരുന്നത്. എന്തായാലും അണ്ണാ, ചില കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ചില സാധനങ്ങൾ സർക്കാർ നിഷ്കർഷിക്കുന്ന സാധനങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് മേടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അധികം ചീത്തപ്പേര് കേൾക്കാതെ തലയൂരാം. ഇതിപ്പം DNA ടെസ്റ്റ് എടുത്തു കഴിയുമ്പോൾ അടപടനെ തേഞ്ഞൊട്ടും. അത് 100% കൺഫേം ആണ്. എന്നാലും പെട്ടു, പൂക്കുറ്റി ശരിക്കും പെട്ടു എന്നുള്ള കാര്യം ഇതിനകത്തൊന്ന് ഉറപ്പാണ്. എന്നാലും സജിന അവര് നല്ലൊരു കുഴി ഒഴിച്ചു, പൂക്കുറ്റി വന്ന് വീണു. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ശരി, ബൈ.